26-ലും കേരള അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോകുന്നു. നടക്കുമല്ലോ. 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF ഗവൺമെന്റ് വരും. ഞാൻ ചോദിച്ചു, അപ്പൊ അവിടെ എന്തുകൊണ്ട് അവിടത്തെ ജനം എന്ത് അല്ല എങ്ങനെ അല്ല ഞാൻ ചോദിട്ടെ, എന്തുകൊണ്ട് അവിടത്തെ ജനം NDA സ്വീകരിക്കാണ്ട് വിട്ട്? ഞാൻ ചോട്ടെ, ഇത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ബേസിക് ആയിട്ട് എല്ലാവർക്കും സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല? കഴിഞ്ഞ 2019 ശശി തരൂരിന്റെ ലീഡ് എന്ന് പറയുന്നത് 1,00,000 റേഞ്ചിലാണ്. ആ സ്ഥാനത്ത് ഇത്തവണ 16,000 ഉള്ളൂ. ഞാൻ ചോദിച്ചു കേക്ക്. അടുത്തത്, കേരളത്തിൽ പല നിയോജകമണ്ഡലം ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ട് 3 ലക്ഷം വോട്ട് പിടിച്ച്, അതൊരു മോദി തരംഗത്തിന്റെ പാറ്റേൺ ആണ്. ഇനിയൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാവില്ല. 2019 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നുള്ള കണക്കുകൂട്ടലിൽ 19 സീറ്റിലും LDF ലീഡ് ചെയ്ത് UDF ജയിച്ച്. അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി NDA പുതിയൊരു ഗവൺമെന്റുമായിട്ട് വരാൻ പോകുന്നുള്ളൊരു ചിന്താഗതിയിലുള്ളൊരു വോട്ടാണ് NDAക്ക് കേരളത്തിൽ കിട്ടിയത്. അല്ലാതെ NDAയുടെ മിടുക്കൊണ്ടാണ്. ഇനിയൊരു ഇലക്ഷൻ നേരിട്ട് നോക്കട്ടെ. 2023